ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ത്രീ ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളൊരു ഫാം വിസിറ്റ് നടത്തുകയാണ്. തിരുവനന്തപുരത്തൊന്നുമല്ല, ഞങ്ങൾ പാലക്കാട് ആണ് വന്നിട്ടുള്ളത്. പാലക്കാട് ഏതൻസ് ഫാം, അവിടെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ബ്ലേസി ജോർജ് ആണ് ഈ ഫാമിന്റെ ഓണർ. ചേച്ചി ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഞങ്ങളുള്ള ഒരു ഓൾ കേരള ലെവലിലുള്ള GCK10 ഗ്രീൻ കെയർ കേരള എന്നുള്ള ഒരു ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ്. വാട്സാപ്പ് ഗ്രൂപ്പ്, അതേപോലെ കൃഷി ഗ്രൂപ്പ് എല്ലാം ഉണ്ട്. എല്ലാ നല്ല രീതിയിലുള്ള കൃഷിയും, ഏകദേശം ഏക്കർ കണക്കിന് സ്ഥലം, 25 ഏക്കർ സ്ഥലത്തിനകത്ത് പച്ചക്കറി ഇല്ല, എല്ലാം ഫ്രൂട്ട്സ് പ്ലാന്റുകളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഗാർഡൻ നഴ്സറി ഉണ്ട് ഇവിടെ. ഇതുപോലെ തന്നെ കൊല്ലത്തും ഇവരുടെ തന്നെ ഏതൻ ഫാം എന്നുമുണ്ട്. കൊല്ലത്ത് ചവറയിലും ഇതേപോലെ ഉണ്ടൊരു, അവിടെ ഇത് വേമ്പനാട് കായലാണ് തോന്നുന്നു, അതിനടുത്താണ് ചേച്ചിയുടെ ഫാം സ്റ്റോറി, ഇതിന്റെ ഏതൻ ഫാം ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പാലക്കാടുള്ള അവിടെയാണ് വന്നിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ അറിയാം, മാവിലല്ലേ. ഞങ്ങൾ ഇത്രയും നേരം മാങ്ങ വിളവെടുക്കുകയായിരുന്നു. വലിയ മാവാണ്, കുറേ ഏക്കർ സ്ഥലത്ത് ഏറ്റവും കൂടുതലുള്ളത് മാങ്ങയാണ്. നമ്മൾ സാധാരണ കാണാത്ത ബംഗലാപള്ളി, പല വെറൈറ്റിയുള്ള സിന്ദൂരം, 4 kg മാങ്ങ, ശരിക്കും നൂർജഹാൻ, അങ്ങനെയുള്ള കുറേ വെറൈറ്റി ഐറ്റംസ് മാങ്ങകളെല്ലാം ഉണ്ട്. ശരിക്കും ഞാൻ വിടുന്ന വീഡിയോയിൽ തന്നെ ഇതിന്റെ ശരിക്കും പേരുകൾ, പുതിയ പുതിയ പേരുകളുടേത് ചേച്ചിയും കുറേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചേച്ചിയെന്നാണ് വിളിക്കുന്നത്. നമ്മൾ അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചേച്ചിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫാമിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തന്നെയാണ്. ഈ കാണുന്ന ഇവിടെ നോക്കുന്നതെല്ലാം, ഈ കാണുന്നതെല്ലാം ചേച്ചിയുടെ നഴ്സറി ഗാർഡനാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള മാങ്ങ ആയിരുന്നാലും, നമ്മുടെ ശരിക്കും ഫ്രൂട്ട്സ് ഐറ്റംസ്, മാവ്, സപ്പോട്ട, നെല്ലി, ഏറ്റവും കൂടുതൽ മാങ്ങയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ കേരളത്തിൽ കിട്ടാത്ത കുറേ ഐറ്റംസ്, വിദേശ ഇനം, അങ്ങനെയുള്ള എല്ലാം മാവ് തൈകളെല്ലാം ഇവിടുത്തെ ഏതൻസ് ഫാമിലുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ കണ്ടില്ല, നമ്മളിപ്പോൾ ഇത്രയും വലിയ മാവാണ്. മാവിൽ നിന്ന് ഇവിടെ താഴെ നിന്ന് തന്നെ മാങ്ങ പറിക്കാൻ പറ്റുന്ന രീതിയിലാണ് മാങ്ങയൊക്കെ നിൽക്കുന്നത്. കണ്ടില്ലേ, മാങ്ങ താണ്ടല്ലേ, നമുക്ക് കയ്യെത്തും ദൂരത്ത് തന്നെ നിന്ന് പറിച്ചെടുക്കാൻ പറ്റും. നമ്മൾ തിരുവനന്തപുരത്തൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഫാംസ് ടൂറിസം എന്നുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. മീൻ വളർത്തുന്നുണ്ട്, കുളങ്ങൾ തന്നെ ഇതിനു വേണ്ടി ശരിക്കും ബോർവെല്ലും ബാക്കിയുള്ളതെല്ലാം ഉണ്ട്. വെള്ളം പമ്പ് ചെയ്ത് കയറ്റാനുള്ള സൗകര്യങ്ങൾ, ഒരു വലിയ കുളം, അതിനകത്ത് നിന്നാണ് വെള്ളം പമ്പ് ചെയ്ത് ഇവിടുത്തെ കൃഷികളിലെല്ലാം ട്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് അവർ കംപ്ലീറ്റ് കൃഷിയിൽ വെള്ളം നനവ് എല്ലാ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും നല്ല രീതിയിലുള്ള, എനിക്ക് ഈ ഇടയ്ക്ക് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഫാം തന്നെയാണ് ഏതൻ ഫാം. ഇവിടെ എല്ലാവർക്കും വരാമോ എന്ന് എനിക്കറിയാം. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത് കൊണ്ട് ഞങ്ങൾ ഫാമിലിയായിട്ട്, ഞങ്ങൾ 2 ദിവസമായിട്ട് ഞങ്ങൾ ടൂറൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്നതാണ്. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോൾ പോയത് കൊടൈക്കനാലിലൊക്കെ പോയെങ്കിലും അതിൽ നിന്നും എത്രയോ മടങ്ങ് നല്ല ഒരു അനുഭവം തന്നെയാണ് ഞങ്ങൾ ഈ രാവിലെ വന്ന സമയം മുതൽ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ മാങ്ങ കണ്ട് പറിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ കുറേ പറിച്ചിട്ടുണ്ട്, ചേച്ചിയുടെ അവിടെ നിന്ന് പറിച്ചിട്ടുണ്ട്. അതേപോലെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ, ശ്രീ ക്രിയേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക. കൂടെ ലൈക്ക്, കമൻറ്റ്, ഷെയറും. നിങ്ങളുടെ ഓരോ വിലപ്പെട്ട അഭിപ്രായങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ തരിക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം, പുതിയ പുതിയ വീഡിയോസ് വരാനുള്ളത്. എന്തായാലും ഒരിക്കൽ കൂടി നിങ്ങളുടെ വീഡിയോയിൽ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും ഇരുന്ന് കാണുക. എങ്കിൽ മാത്രമേ ആ വീഡിയോയുടെ ഒരു സുഖം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, ബൈ ബൈ. ഇനി വീഡിയോയിലേക്ക് കിടക്കുന്നു. അതോടൊപ്പം നമ്മൾ ഏതൻസ് ഫാമിന്റെ അഡ്രസ്സ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പ്ലാന്റ്സുകളൊക്കെ ആണെങ്കിൽ നേരിട്ട് വന്ന് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം. പാലക്കാട് ഉള്ളവർക്കൊക്കെ, അല്ലെങ്കിൽ കോയമ്പത്തൂർ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കാം. വെറൈറ്റി പ്ലാന്റ്സ് ആവശ്യം പോലുള്ള ഒരു ഫാമാണ്. ഇവിടെ വന്ന് മാവ് മരത്തിന് ഇങ്ങനെ നിങ്ങൾക്ക് വന്ന് നേരിട്ട് തന്നെ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നതാണ്. പ്ലാന്റ്സ് എല്ലാം കൊല്ലത്ത് പോയാലും അതേപോലെ തന്നെ അവിടെയും ഇതേപോലെ ഇതിന് ഇരട്ടിയായിട്ട് വലിയ ഒരു നഴ്സറി തന്നെയാണ് അവിടെ, ഗാർഡൻ നഴ്സറി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് അവിടെ ഉള്ളത്. നമ്മൾ പച്ചക്കറി അങ്ങനെയുള്ള കാര്യങ്ങളെ കുറവായിരിക്കും. എനിക്ക് തോന്നുന്നു ഫ്രൂട്ട്സ് പ്ലാന്റ് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ അവിടെ വരിക, വന്ന് പ്ലാന്റ്സ് വാങ്ങിക്കുക. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു. ബൈ ബൈ. ചെറിയ മരങ്ങൾ നിറച്ച് കിട്ടും, നിറച്ചു പിടിക്കും. ലോങ്കഡ് എന്നുള്ള ഫ്രൂട്ട് പ്ലാന്റാണ്. ഇതിപ്പോൾ കായ ഉണ്ടായിരുന്നാണ്, അത് നിറയെ ഇരിക്കുന്നതാണ്. നമ്മുടെ കായ അതിന് മുകളിലുണ്ട്.
പിന്നെ താഴെ നല്ല പച്ചയല്ല റെഡാണ്. നാടൻ പൊടി ഇത് റെഡ് രുദ്രാക്ഷി പ്ലാവ് എന്നാണ് ഇട്ടിരിക്കുന്നത്. നമ്മളെ ചെമ്പരത്തി വരിക്ക എന്ന് പറയുന്ന പോലുള്ള ഇവിടുത്തെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിനകത്ത് നിന്നാണ്. പുറത്തു നിന്നുള്ള വെള്ളം എല്ലാം ഓവർഫ്ലോ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. വെള്ളം ഒന്നും വേസ്റ്റ് ആകുന്നില്ല. ഇതിൽ തന്നെയാണ് കൃഷിക്ക് വേണ്ടി പമ്പ് ചെയ്ത് മുകളിലോട്ട് കയറ്റുന്നത്. ബോർവെല്ലിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇതിലേക്ക് നേരെ പമ്പ് ചെയ്യുന്നത്. ഇതിപ്പോൾ നേരെ ബോർവെല്ലിൽ നിന്ന് നേരെ ഈ ടാങ്കിലോട്ട് വീണുകൊണ്ടിരിക്കും. വീഴുന്ന വെള്ളം കൃഷിക്ക് ആവശ്യത്തിന് വേണ്ടി ഇതിൽ നിന്ന് തന്നെ പമ്പ് ചെയ്ത് എടുത്ത് നേരെ മറ്റേ ട്രിപ്പ് ഇറിഗേഷൻ വഴി നമുക്ക് എല്ലായിടത്തും ചെടികൾക്ക് എത്തിക്കാൻ ലഭിക്കുക. ഒരിടത്തും പോയി ഒഴിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമായ വെള്ളം അതിൽ നിന്ന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ പാലക്കാടാണ്. പാലക്കാട് ഗ്രീൻ കെയർ കേരള ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിലെ ചേച്ചിയുടെ പേര് ബ്ലേസി ജോർജ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അത് പാലക്കാടാണ്. ഇവിടെ വന്ന് നല്ല കൃഷി കാഴ്ചകളും അദ്ദേഹത്തിൻ്റെ 25 ഏക്കർ സ്ഥലത്തിനകത്തുള്ള കൃഷി കാഴ്ചകളാണ് ഞങ്ങൾ ഇതിനകത്തൂടെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പം ഇനിയും ഉണ്ട് കാഴ്ചകൾ കണ്ടു തീർക്കാനാണെങ്കിൽ കുറേ 25 ഏക്കർ സ്ഥലം ഫുള്ള് പോയി കാണാനുള്ള പറ്റില്ല എങ്കിലും പറ്റുന്നിടത്തോളമുള്ള കാഴ്ചകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ വെറൈറ്റി മാവ് ഇപ്പം കണ്ടത് കൂടുതലും ജാതിയായിരുന്നു. ഇനി അടുത്ത് മാവിൻ്റെ സെക്ഷനിലോട്ട് തെങ്ങ് എല്ലാം ഉണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഏത്തവാഴ ഇട്ടിരുന്നായിരുന്നു. ഇപ്പൊ ഇവിടെ നിന്ന് കായ പിടിച്ച മാവുകളാണ് ഇതെല്ലാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ സീസണിലെ ഏറ്റവും കൂടുതൽ മാങ്ങ പറിച്ച എടുത്ത മാവുകളാണിത്. അപ്പോൾ അതിൽ കുറേ ഇതിലൊക്കെ കായ പിടിച്ചതായിട്ടുള്ള മാവുകളുണ്ട്. പുതിയതായിട്ട് വെച്ച് 1 വർഷം ആയതേ ഉള്ളൂ. 1 വർഷമായിട്ട് അതിൽ നിന്ന് വിളവെടുത്ത മാവ് പ്ലാന്റുകളാണ് ഇതെല്ലാം. ഒരു പ്ലാവും നേരിട്ട് വെള്ളം വന്നൊഴിക്കുന്നില്ല. അത് ട്രിപ്പ് വഴി എല്ലാത്തിനും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലെല്ലാത്തിലും മാങ്ങ കാഴ്ചയാണ്. ഇത് കുറേ സ്ഥലം ഏരിയ കവർ ചെയ്ത് ഇതിലെല്ലാത്തിലും മാങ്ങ കാഴ്ചയാണ്. 1-2 കൊലയൊക്കെ വെച്ചൊക്കെ കായ പിടിക്കാൻ. അടുത്ത വർഷം ആകുമ്പോൾ ഇപ്പോൾ പ്രൂൺ ചെയ്തിട്ടുണ്ട്. പ്രൂൺ ചെയ്ത് വിട്ടതുകൊണ്ട് അടുത്ത വർഷം കൂടുതൽ മാങ്ങ ഇതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റും. ഇവിടെ നട്ടിട്ടുള്ളത് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് സിന്ദൂർ എന്ന ഒരു മാവിൻ്റെ ഇനമാണ്. നല്ല ടേസ്റ്റി നല്ല ആയിട്ടുള്ള ഒരു മാങ്ങയാണിത്. അതിൻ്റെ മാവാണ് നിൽക്കുന്നതല്ല. ഇത് ഇവിടുത്തെ മറ്റൊരു കുളമാണ് വെള്ളം പമ്പ് ചെയ്ത് കയറ്റാനുള്ളത്. ബാക്കിയുള്ളതൊക്കെ തെങ്ങും തോപ്പാണ്. അതെല്ലാം തെങ്ങും തോപ്പാണ്. ഇവിടെ കുറേ ഏക്കർ കണക്കിന് തെങ്ങും തോപ്പുകളുണ്ട്. ഇതിൽ നിന്നുള്ള ആദായം എടുത്ത് അവർ എണ്ണ അങ്ങനെയുള്ള കാര്യങ്ങൾ തേങ്ങയായിട്ടും അല്ലാതെ എണ്ണ ആട്ടി കൊടുക്കുന്നത് അങ്ങനത്തെ പരിപാടിയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൊല്ലത്ത് ചവറയ്ക്കടുത്ത് ഈ ബ്ലേസി ചേച്ചിയുടെ ഫാം അവിടെ ഉണ്ട്. അപ്പം അവിടെ ഞങ്ങൾ പോയിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ കഴിഞ്ഞ മാസം അവിടെ മാമ്പഴ ഫെസ്റ്റ് ഉണ്ടായിരുന്നു. കൊല്ലം ചവറയ്ക്കടുത്താണ് നടന്നത്. ഏറ്റവും വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ഏകദേശം ഒരു കുറേ വെറൈറ്റി മാങ്ങകളൊക്കെ അവിടെ ഇതിനു വേണ്ടി ഉണ്ടായിരുന്നു മാമ്പഴ ഫെസ്റ്റിനായിട്ട്. ഇത് കണ്ടില്ലേ, ഇത് ഒരു ചെറിയ ജാതി മരമാണ്. കൂടിപ്പോൾ ഒരു 8 അടി ഹൈറ്റ് വരും. അതിലും നിറയെ ജാതിക്കായ നിറഞ്ഞിപ്പുണ്ട്. ഇതെല്ലാം നാടനാണ്, നാടൻ ജാതി പത്ത്. ഇതെല്ലാം പാകമായി നിൽക്കുന്നതാണ്. ഇതിൻ്റെ തൊണ്ട് നമുക്ക് അച്ചാറുണ്ടാക്കാൻ നല്ല രുചിയാണ്. അല്ലേ, അച്ചാറുണ്ടാക്കി കഴിക്കാൻ നല്ല രുചിയുള്ള സാധനമാണത്. ചെയ്ത് പിന്നെ ഉപ്പിലിടാം. കോട്ടയത്തും അങ്ങോട്ടുള്ളവരെല്ലാം ഇത് ഉപ്പിലിട്ട് കഴിക്കാറുണ്ട്. ഇതിൻ്റെ തോട്
കുടംകൊല്ലിമുളകും നമ്മളെ മാലിമുളകും എന്ന് പറഞ്ഞാൽ അതേ കാന്താരി മുളകൊക്കെ മിക്സ് ചെയ്തിട്ട് ഉപ്പിലിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാവും. നല്ല ടേസ്റ്റിയാണത്. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് മാവിൽ തന്നെയാണ് ചെറുതേനീച്ചയുടെ ഒരു കൂട് വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് നിറയെ കിട്ടുമായിരിക്കും. ഇത് ഇവിടുത്തെ മാവും തോട്ടമാണ്. ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് തമിഴ്നാട്ടിലോട് ചെങ്കോട്ട അവിടെ പോകുമ്പോൾ അവിടെ കുറച്ചുകൂടെ വലിപ്പമുള്ള മാവുകളാണ്. ഇപ്പോഴൊക്കെ അതിൽ നിറയെ കായ്ക്കുന്നുണ്ട്. പൊന്നുചാമി എന്നാണ് പുള്ളിയുടെ പേര്. ആള് ഇപ്പം ഇല്ല. അപ്പം പുള്ളിയുടെ ഫാമിൽ ഞങ്ങൾ ഇതേപോലെ പോകുമ്പോൾ ഇതുപോലെ തന്നെയാണ്. ഞങ്ങൾ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ കൂട്ടുകാരെല്ലാവരും കൂടെ നേരെ തോട്ടത്തിലിറങ്ങും. ഇത് ഏക്കർ കിടക്കുന്ന സ്ഥലം അവിടെ ഉണ്ട്. ആ തോട്ടത്തിനകത്ത് ഞങ്ങൾ ഇതേപോലെ കറങ്ങി നടക്കും. നല്ല രസമാണ്. മാങ്ങയൊക്കെ പറിച്ച് കഴിച്ചു. കണ്ടില്ലേ, എല്ലാം മാങ്ങ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം സീസൺ വിളവെടുത്ത് കഴിഞ്ഞു. അതിന് ശേഷമുള്ള മാങ്ങകളാണ് ഈ നിൽക്കുന്നതൊക്കെ. കുഞ്ഞുങ്ങൾ കാണും. ഫാം സ്റ്റോറിൽ നമ്മുടെ ചേച്ചിയുടെ അവിടുത്തെ ഒരു സിന്ദൂര മാങ്ങയാണ്. അത് എൻ്റെ അനുക്കുട്ടി വിളവെടുക്കുന്ന ഇതാണ്. ഫാം ടൂറിസത്തിന് ഏറ്റവും നല്ല സാധ്യതയുള്ള ഒരേ സ്ഥലമാണിത്. ഇപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഞങ്ങളിങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ചേച്ചിക്ക് താല്പര്യമുണ്ട് അത്. പക്ഷേ നോക്കാനുള്ള കാര്യങ്ങൾ കണ്ടില്ലേ. ഇത് ഇവിടെ നല്ല സിന്ദൂര മാങ്ങയാണിത്. നല്ല ടേസ്റ്റാണ് സാധനം. ഇത് ഇതിപ്പം നമ്മൾ സിറ്റിയിലൊക്കെ എനിക്ക് തോന്നുന്ന 60 രൂപ എന്തോ ഒക്കെ വിലയുണ്ട് ഒരു കിലോയ്ക്ക്. ഇത് റെഡിഷ് കളറാവും. ഞാനൊരു മാങ്ങ പറിക്കട്ടെ. വേണ്ടല്ലേ, വേണ്ട, ഇത് മാങ്ങ പറിച്ചെടുക്കാം ഞാൻ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇത് നമ്മുടെ ചേച്ചിയുടെ ബ്ലേസി ചേച്ചിയുടെ ഫാമിലാണിത്. അവിടെ നിന്ന് വിളവെടുത്ത മാങ്ങയാണ്. പിന്നെ പഴുത്ത മാങ്ങയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഈ സിന്ദൂർ എന്നുള്ള മാങ്ങയാണ്. നല്ല ടേസ്റ്റിയാണ് സാധനം. നമ്മളവിടെയൊക്കെ കിട്ടുന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പം ഇതിനകത്ത് നിറയെ മാങ്ങ കാച്ചി കിടക്കുന്നതാണ്. നിറയെ ഉണ്ട് ഇതിൽ. ഇതിപ്പം വിളവെടുത്തതിന് ശേഷം പിന്നീട് അവൻ നിൽക്കുന്ന മാങ്ങകളാണത്. അല്ല, എൻ്റെ ശ്രീകല മാങ്ങ വിളവെടുക്കുന്നത്. എൻ്റെ മകളുടെ സന്തോഷം കണ്ടില്ലേ. അവള് ആദ്യമായിട്ടൊരു മാവിൽ നിന്ന് മാങ്ങ പറിക്കുന്നതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. അതെ, കല കണ്ടില്ലേ. കല അതേപോലെ തന്നെ മാങ്ങ പറിച്ച് സന്തോഷിച്ച് വരെയാണ്. എന്താ ഒന്നുകൂടെ ഓക്കെ. ഇതിവിടെ നിൽക്കുന്നത് കുരുവില്ലാത്ത നാരങ്ങ, സീഡ്ലെസ് ലെമണാണ് ഇത് നിൽക്കുന്നതല്ല. ഇത് ഒരു നാരങ്ങ നല്ല വിളയാണ്. നല്ല വിളഞ്ഞാൽ മാത്രമേ നമുക്കത് പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ എടുത്തു തരം ചാറുണ്ടാവും, പക്ഷേ കുറച്ച് ടേസ്റ്റ് കുറയും. ഞാനത് സീഡ്ലെസ് ലെമൺ ഇതിൽ നിറയുണ്ട്. വീട്ടിൽ എൻ്റെ ഫാമിലുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് എന്തോ ചെറിയൊരു ഷോർട്ടിച്ച മട്ടാണ്. എങ്കിലും കുഴപ്പമില്ലാതെ കായ കിട്ടുന്നുണ്ട് അവർ. ഉണ്ട് സീഡ്ലെസ് ലെമൺ. എപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് നാരങ്ങ അത്യാവശ്യമുള്ള കാര്യം ഇത് നട്ടാൽ മതി. ഇതെന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകം വെച്ചാൽ ഇതിൻ്റെ കൊണ്ട ഒടിച്ച് നട്ടാലും ഇത് മുളയ്ക്കും എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം. ഇതിൻ്റെ പടുതാക്കുളം എനിക്ക് തോന്നുന്നു മീനിട്ടിക്കാണെന്ന് തോന്നുന്നു. അതിനകത്ത് മീൻ കാണാൻ സാധ്യതയുണ്ട്. പടുതാക്കുളമാണ് നന്നായിട്ട് ചെയ്തിട്ടാണ് ഇവിടെ. ഞാൻ ഇതേപോലെ ഒരു 2-3 പടുതാക്കുളം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഉടൻ തന്നെ ഉണ്ടാവും. എൻ്റെ ഫാം ഇത് ഉണ്ടാവുക, തിരുവനന്തപുരത്ത് ഉണ്ടാവുക ചെയ്യുന്നുണ്ട്. സീഡ്ലെസ് ലെമൻ്റെ പൂവാണ്. കുരു അല്പം പോലും കാണാത്ത ഒരു നാരങ്ങയാണ്. ഇതിലും നല്ല നിറയുണ്ട്. നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം ഇപ്പം നാരങ്ങയ്ക്ക് തിരുവനന്തപുരത്തൊക്കെ അസാധ്യ വിലയാണ്. ഒരു നാരങ്ങയ്ക്ക് 20 രൂപ വരെ പോയ ആ സമയമുണ്ട്. അപ്പോൾ അത് കണക്കാക്കി നോക്കുക. നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഒരു നാരങ്ങ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത് ഒരു നാരങ്ങയുടെ വലുപ്പമാണ്. എൻ്റെ കൈയുടെ നിൽക്കുന്നുണ്ട്. ഇത്രയും വലുപ്പമുണ്ട്. നല്ല സൈസാണ്. നമുക്കൊരു 6-7 ഗ്ലാസ്സിനുള്ള നാരങ്ങ പിഴിഞ്ഞെടുക്കാൻ പറ്റും. നല്ല ഹാർഡ്നെസ് ഉള്ള ഒരു ഇതാണ്. പക്ഷേ ഇത് പഴുക്കുമ്പം നല്ല ടേസ്റ്റാണിത്.
ഇത് സ്വീറ്റ് ലൂബി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. നല്ല മധുരമായിട്ടുള്ള. ഇത് വെച്ചൂർ പശുവിന്റെ കപില എന്നുള്ള ഒരു വർഗത്തിലുള്ള ഒരു പശുവാണ്. ഇത് ഇവിടുത്തെ ഒരു നാടൻ പശുവാണ്. അതിന്റെ പേര് പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഞങ്ങൾ വന്നപ്പോൾ ആളവിടെ കിടന്നതാണ് എണീറ്റ്. ബഹുമാനം. ഇത് നമ്മുടെ നാട്ടിലൊക്കെ പിടിക്കുന്നതാണ് മലബാർ ചെസ്റ്റ്നട്ട് എന്ന് പറയും. ഇത് അവിടെയൊക്കെ തിരുവനന്തപുരത്തൊക്കെ മിക്കയിടത്തും കാഴ്ചയുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലെ GC ഘട്ടങ്ങളിലുള്ള സുലൈമാൻജിയുടെ ഫാമിലൊക്കെ വീട്ടിലൊക്കെ ഉണ്ട്. ഇത് നിറയെ കാഴ്ചയുണ്ട്. അടുത്ത് പരിചയപ്പെടുത്താൻ വേണം മാങ്ങ തോത്താപ്പൂരി എന്നുള്ളൊരു മാങ്ങയാണ്. നല്ല ടേസ്റ്റാണ് ഇത് പഴുത്ത് കഴിഞ്ഞാൽ. ഇതിപ്പോൾ നമ്മൾ വിളവെടുക്കാനുള്ള ഒരു പ്ലാനിങ് ആണ്. ഇത് ഇതൊന്നും കഴിക്കാൻ കൊള്ളില്ല. ഇത് കേടുള്ളതാണിത്. കുറച്ച് ഭാഗം മാത്രം എടുക്കാറില്ല. ഇതാണ് നമുക്ക് കൊണ്ട് പഴുപ്പിക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇല്ലേ. ഇതൊന്നും കുഴപ്പമില്ല. നല്ല മാങ്ങയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ വന്നു ഈ മാവിൽ നിന്നുള്ള വിളവെടുപ്പ് മാങ്ങ തോട്ടി വെച്ച് ഞാനത് പറിച്ചെടുക്കാൻ പോവുകയാണ്. ഓക്കെ. ഇവിടുത്തെ ചേച്ചിയുടെ പെർമിഷനോട് കൂടി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ വിളവെടുക്കണമല്ലേ നിൽക്കുന്ന ഇപ്പോൾ ഉണ്ടല്ലേ മുകളിലെല്ലാം ഉണ്ട് ആവശ്യമുള്ളത്. ഇത് കംപ്ലീറ്റ് ഞാനൊന്ന് എടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം വിളവെടുക്കുന്ന രീതിയൊക്കെ. ഇത് ഭാഗമായി ഞാൻ കണ്ടില്ല. അത് നമ്മളോട് നിൽപ്പുണ്ട്. ഇപ്പം പൂത്ത് നിൽപ്പുണ്ട്. ഇത് വൈറ്റ് ഞാവലാണ്. ടേസ്റ്റിയാണ് സാധനം. നമ്മൾ അല്ലേ ഇതെല്ലാം പാകമായിട്ട് നിൽക്കുന്നതാണ്. ഇപ്പം ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. വെള്ള ഞാവലെന്ന് പറയും. എനിക്ക് എൻ്റെ ഫാമിൽ നിൽപ്പുണ്ട്. ഇത് അവിടെ പൂ വന്നിപ്പുണ്ട്. ഇടയ്ക്ക് കായ പിടിച്ചതാണ്. ഇതിവിടെ കോട്ടക്കുണ മാവാണ്. ഇത് സെയിലിനായിട്ടുള്ളതാണ്. ഇപ്പം കണ്ടില്ലേ നിറയെ ഉണ്ട് കാച്ചിപ്പോണ്ട്. പഴുത്തും തുടങ്ങി. ഏകദേശം നല്ല വിലയുണ്ട്. ഏകദേശം ഒരു പ്ലാന്റ്സിന് ഏതാണ്ട് 8 അടി ഹൈറ്റ് വരെ ഉണ്ട്. ഇപ്പം തന്നെ അതിനകത്തൊരു 5 കിലോ മാങ്ങയോളം കാണുന്നുണ്ട്. പിന്നെ ഏകദേശം 15,000 രൂപ വരെ വിലയാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. രണ്ട് മാങ്ങുണ്ട്. ഇത് വേറെ കാണിച്ചു തരണം. ഇത് ചാണ്ടിയ എന്നുള്ളൊരു മാവാണ്. അതിൽ മാങ്ങ കാച്ചിക്കൊണ്ട് കണ്ടത്. നമ്മളിവിടെ നാട്ടിലുള്ളതൊന്നുമല്ല. ഇതിപ്പോൾ ഇവിടെ വന്നു തുടങ്ങി എല്ലാ മാക്കും. പപ്പായൊക്കെ ആവശ്യം പോലെ ഉണ്ട്. പക്ഷെ ഒന്നും ഇവരിവിടെ നിന്ന് കുറച്ചെടുക്കുന്നില്ല. കാരണം കൊണ്ടല്ല കഴിക്കാനായിട്ട് ആള് ഇല്ല എന്നുള്ളതാണ് സത്യം. ആളുണ്ട് ഇവിടെ. പക്ഷെ അത്രയ്ക്ക് എടുത്ത് പപ്പായ എത്ര ദിവസം കഴിക്കും? അതിൽ ആവശ്യം പോലെ ഉണ്ട് ഇവിടെ. മുരിങ്ങയ്ക്ക് ഒന്നും വിളവെടുക്കുന്നില്ല. മുരിങ്ങയ്ക്ക് ഞങ്ങൾ എന്തായാലും വിളവെടുക്കുന്നുണ്ട്. മാവുകളുടെ വലിപ്പമുണ്ട്. ഇത്രയേ ഉള്ളൂ മാവ്. നിറയെ കായ പിടിച്ചിരിക്കുകയാണ്. ഇപ്പം 3 മാങ്ങയുണ്ട്. ഗുദാദത്ത് എന്നുള്ളൊരു മാവാണ്. ഇത് മാങ്ങ പിടിച്ചത് എല്ലാം ഒരുവിധം കായ്ച്ചതാണ്. ഇതല്ലേ അതുപോലെ ഈ വെള്ളപ്പുണ്ട്. ഇതിനകത്ത് എല്ലാം മാങ്ങ കാലപ്പഴം ഇങ്ങനെയുള്ള കൈ കുളമ്പ് കഴിഞ്ഞ് ഇപ്പൊ ബാരാമാസി വരും. ഇത് ആപ്പിൾ റൊമാനിയ എന്നുള്ളൊരു മാങ്ങയാണ്. ഇത് നിറയെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും ചെറിയ പ്ലാന്റ്സ് ആണ്. ഇതെല്ലാം നിറയെ കായ പിടിച്ചിട്ടുണ്ട്. ബാരാമാസി. ഇത് എപ്പോഴും മാങ്ങ കാണും. പക്ഷെ മാങ്ങയ്ക്ക് ഈ പറയുന്ന അത്ര വലിയ ടേസ്റ്റുകളൊന്നും ഇല്ല. പക്ഷെ എന്നാലും എപ്പോഴും മാങ്ങ കാണും. ഇതേതാണ്? കോട്ടയപ്പറമ്പൻ. ഇത് നീലാലി പസന്ത്. നീലാലി പസന്ത്. ഒരു ഏകദേശം ഒരു 8 അടി ഹൈറ്റൊക്കെ വരുവുള്ളത്. കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ ഇത്രേ ഉള്ളത്.
അതിനകത്ത് തന്നെ കായ മാങ്ങ നിറയെ നല്ലോണം പിടിക്കുന്നു. അടുത്ത വർഷം കൂടുതൽ കായ പിടിക്കുന്നത്. ഇത് ചേച്ചിയുടെ അവിടുത്തെ പുളിമരമാണ്. പുളി നിറയെ ഉണ്ട്, പക്ഷേ വിളവെടുത്തതും സംശയമുണ്ട്. എല്ലാം വീണുകൊണ്ടിരിക്കുകയാണ്, എല്ലാം അഴുകി കുറേയൊക്കെ പട്ടുപോയി വല്ലാത്തൊരവസ്ഥ എനിക്കത്. പാകല ഇതല്ലേ? ഇതിപ്പോ ഇതിന് മണ്ണ് മാത്രമേ ഉണ്ടാവുള്ളതാ? വളം ചാണകപ്പൊടി ഇടും. അവിടെ മണ്ണ് കിടപ്പുണ്ട്, അത് ഡോളോമെറ്റിക് ഇട്ട മണ്ണ് അവിടെ കൊണ്ടുവന്നിടും. മണ്ണ് നല്ല സോഫ്റ്റ് ആണ് ഇവിടെ. ഇവിടെ തന്നെ നടക്കും. തണലുണ്ട്. വെയിറ്റാ മണ്ണിന്. ചുവന്ന മണ്ണിന്റെ കണക്കില്ല. ഇടയ്ക്ക് ഞാൻ കുറെ പ്ലാന്റ്സ് ഒക്കെ മണ്ണ് കുറച്ചിട്ട് ചകിരിച്ചോറും കുറച്ചൊക്കെ മറ്റേ വെള്ളമായിട്ട് പറഞ്ഞിട്ട് അതെല്ലാം കൂടി ചേർത്ത് അങ്ങോട്ട് അതിനൊരു പവർ പോരാ. വെയിറ്റ് കുറവാണ്. ഇതല്ല അല്ലേ? ഇതല്ലേ? അതൊക്കെ വേറെ അടിയിലോട്ട് ഇതെല്ലാം പിടിച്ച് ഇളക്കിയൊക്കെ വലിയ വലിയ കവറിലാണ്. ഒലസോപ്പ് ഇപ്പൊ അവിടെ കായ പിടിച്ചു. പുലനാക്കരുടെ കായ പിടിച്ചു. പറയാം. റെയിൻ ഫോറസ്റ്റ് പ്ലം അതിൽ കായ പിടിച്ചിട്ടുണ്ട്. ചെറിയ മധുരമുണ്ട്. ഒരെണ്ണം പറിച്ചു. കണ്ടില്ലേ? വലിയ തോട്ടിയാണ്. ഇത് വെച്ചാണ് ഞാൻ മാങ്ങ പറിക്കുന്നത്. ഞങ്ങൾ തോട്ടയുണ്ട്. തോട്ട വെച്ചിട്ട് ഈ തോട്ടി വെച്ചിട്ടാണ് ഞാൻ മാങ്ങ പറിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ, നമുക്ക് കാണാൻ തന്നെ പറ്റും. നമുക്ക് മുകളിൽ ഓവർ ഹൈറ്റ് പോകണമെന്നില്ല. ഓ, ഇതുവഴി എടുക്കാം. ഉണ്ടല്ലോ ഒരു മാങ്ങയുടെ വലുപ്പം കണ്ടില്ല. 2 മാങ്ങയാണത്. എങ്ങനെ പോലൊരു 1.5 കിലോ സുഖമായിട്ട് വരും. ഓക്കെ, ഇതിപ്പോൾ താഴെ നിൽക്കുന്ന മാങ്ങയാണ്. കുറേ മുകളിൽ നല്ല വെയിലായതുകൊണ്ട് എടുക്കാൻ ഭയങ്കര പാട്. അതുകൊണ്ട് താഴെ നിൽക്കുന്നത് എടുക്കാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം 15 ടണ്ണ് മാങ്ങയാണ് ഈ ഒരൊറ്റ മാവിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇതേ കണ്ടില്ലേ? മാങ്ങ ഞാൻ പറിച്ചെടുക്കുന്നതാണ് അതിനകത്ത് നിന്ന്.
നല്ലൊരു പ്ലാന്റ്